السلام عليكم ورحمة الله تعالى وبركاته. كيف حالكم؟ أرجوكم بالخير والسلامة. ഇന്നത്തെ നമ്മുടെ യൂണിറ്റ് അൽ ആസാറു താരിഖിയ, ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സ്. നമ്മൾ ചരിത്രശേഷിപ്പുകൾ, അതല്ലെങ്കിൽ ചരിത്ര നിർമ്മിതികൾ എന്നെല്ലാം പറയാറുണ്ട്. നമ്മുടെ മനുഷ്യ പാരമ്പര്യത്തെയും സംസ്കാരത്തെയും ആഴത്തിൽ പിടിച്ചു കെട്ടുന്ന, അല്ലെങ്കിൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വശമാണ് ചരിത്രവും ചരിത്ര നിർമ്മിതികളും, അല്ലെങ്കിൽ ചരിത്രശേഷിപ്പുകൾ. ഇപ്പോൾ ഗതകാലങ്ങളിൽ ഭൂമി ലോകത്ത് വസിച്ചിട്ടുണ്ടായിരുന്ന, അവിടങ്ങളിൽ താമസിച്ചിട്ടുണ്ടായിരുന്ന സമൂഹത്തെയും അവർ കൊണ്ട് നടന്നിരുന്ന സംസ്കാരത്തെയും കൾച്ചറിനെയും കുറിച്ച് ഒരു വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകാൻ ഇത്തരം ചരിത്ര ശേഷിപ്പുകൾക്ക് സാധിക്കും. അത് മുഖേന നമ്മൾ ഒരുപാട് അക്കാഡമിക് പഠനങ്ങളും ഒരുപാട് സയൻറ്റിഫിക് കണ്ടെത്തലുകളും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല, നമ്മുടെ ടെക്നോളജിയുടെ സഹായത്തോടു കൂടി അന്ന് കാലത്തുണ്ടായിരുന്ന സമൂഹങ്ങളുടെ, സംസ്കാരങ്ങളുടെ, അവരുടെ സൊസൈറ്റിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ, ആസ്പെക്റ്റുകൾ, ഇപ്പോൾ സോഷ്യലിയുള്ള ആസ്പെക്റ്റ്, എക്കണോമിക് ആസ്പെക്റ്റ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ടൂറിസം മേഖലയിൽ ഇപ്പോൾ യാത്രക്കാരുടെ ശ്രദ്ധ പെട്ടെന്ന് തിരിച്ചു പിടിക്കാൻ, അഥവാ ശ്രദ്ധ ആകർഷിക്കാൻ ഇത്തരം ചരിത്രശേഷിപ്പുകൾ കൊണ്ട് സാധിക്കും. മാത്രമല്ല, ഏത് സ്ഥലങ്ങളിലാണോ ഇത്തരം ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സ് നിലവിലുള്ളത്, ആ നാടിൻ്റെ സമ്പൽ വ്യവസ്ഥ ഉയർത്താനും ഇതുകൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റുള്ള സമൂഹങ്ങൾക്കിടയിൽ ഒരു കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, വ്യത്യസ്ത നാടുകളിൽ പോയിട്ട് യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള സംസ്കാരങ്ങളെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഇതിലൂടെ സാധിക്കും. ഇനി നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ആസ്പെക്റ്റിലൂടെ നോക്കുകയാണെങ്കിൽ, എക്കണോമിക് ആസ്പെക്റ്റിലൂടെ നോക്കുകയാണെങ്കിൽ നല്ലൊരു വിഹിതം ഇൻകം ഇതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുപോലെ ടൂറിസം വകുപ്പ്, നമുക്കറിയാം ഒരു രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡക്റ്റീവായിട്ടുള്ള ഇൻകം നൽകുന്നത് അതിൻ്റെ ടൂറിസം വകുപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ഇത്തരം ചരിത്രശേഷിപ്പുകൾ ഉള്ള സ്ഥലങ്ങളിൽ അവിടുത്തെ പ്രകൃതി, അവിടുത്തെ നാച്ചുറൽ എൻവയോൺമെൻറ്റ് വളരെ നല്ല രീതിയിൽ ടൈഡി ആൻഡ് ക്ലീൻ ആയിരിക്കും. വളരെ നല്ല രീതിയിൽ അതിനെ സംരക്ഷിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഹിസ്റ്ററിക്കൽ പ്ലേസസ്, ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സ് വളരെ നല്ലൊരു നാച്ചുറൽ എൻവയോൺമെൻറ്റുമായി ചുറ്റപ്പെട്ടതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ചരിത്രശേഷിപ്പുകൾ എണ്ണി നോക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമുക്കൊരിക്കലും എണ്ണി തീർക്കാൻ കഴിയില്ല. കാരണം ലോകത്ത് ഒരുപാടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഏതാണ് ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സൂചിപ്പിക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗീസ പിരമിഡുകൾ. നമ്മുടെ മിസ്രിൽ, ഈജിപ്തിലുള്ള പിരമിഡുകൾ വളരെ ഫേമസ് ആണ്. മറ്റൊരു സുപ്രധാനമായ ഹിസ്റ്ററിക്കൽ മോണുമെൻ്റാണ് ജോർദാനിലുള്ള പെട്ര. കാരണം അതിൽ പിങ്ക് നിറത്തിലാണ് അതിൻ്റെ പൊസുപണികളും കാര്യങ്ങളൊക്കെ നടക്കപ്പെട്ടിട്ടുള്ളത്. അതിലൊരുപാട് ടെമ്പിളുകളും അതുപോലെ ടോംബ്, കല്ലറകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കല്ലറകളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ കുറച്ച് ഓൾഡ് സിറ്റീസാണ് സൊൻആയിലുള്ളത്. യമനിലെ സൊൻആയിലുള്ള പഴയ ഓൾഡ് സിറ്റി, അതുപോലെ ഡമസ്കസിലുള്ളത്, മഗ്രിബിലെ മൊറോക്കോയിലെ ഫസിലുള്ള ഒരു പഴയ സിറ്റി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത പറഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള ചാരിതാർത്ഥ്യം, അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗി ഈ ഒരു പഴയ നഗരങ്ങൾക്ക് ഇപ്പോഴും നിലവിലുണ്ട്. ഇപ്പോൾ സൻആയിലുള്ള മദീനക്കാണെങ്കിൽ അതിൻ്റെ ഭിത്തികളൊക്കെ മണ്ണിൻ്റെ നിറം കൊണ്ടാണ് അത് ചായം പൂശപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ ധാരാളം ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സ് ഉണ്ട്. അതിൽപ്പെട്ടതാണ് തമിഴ്നാട്ടിലുള്ള മഹാബലിപുരം, അതുപോലെ മധ്യപ്രദേശിലുള്ള വിജയനഗർ. അവിടെ 15-ാം നൂറ്റാണ്ടിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കൊട്ടാരങ്ങളും അതുപോലെ ടെമ്പിളുകളും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഹൈദരാബാദിലുള്ള ഗോൽക്കൊണ്ട കോട്ട, പഞ്ചാബിലെ അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിൾ, അതുപോലെ ആഗ്രയിലുള്ള താജ്മഹൽ. അതിനൊക്കെ പുറമെ ഒഡീഷയിലുള്ള ടെമ്പിൾസ് ഓഫ് കാഗരാഫു, അതുപോലെ കുനാരക്ക്, അതുപോലെ ഡൽഹിയിലുള്ള ഷാജഹാൻ
പില്ലാർസ്, അതുപോലെ ബീഹാറിലുള്ള ശീഷ് മഹൽ കോട്ടയുടെ പില്ലാർസ്, ഗുജറാത്തിലുള്ള പട്ടാൻ എന്ന സിറ്റി, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ഈ സിറ്റികളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ ഒരുപാട് ടെമ്പിളുകളും അതുപോലെ മസ്ജിദുകളും മറ്റു ബിസിനസ്സും നമ്മുടെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ലോകോത്തരമായിട്ടുള്ള മറ്റു ചില ആർക്കിടെക്ചറുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റലിയിലെ റോമയിലുള്ള കൊളോഷ്യം, അതുപോലെ ബെയറിലുള്ള മാച്ചു പിച്ചു അഥവാ മാച്ചു പട്ടണം, മാച്ചു പിച്ചു എന്ന് പറയുന്ന, അതുപോലെ ഒക്രോപോളിസ്, ഏഥൻസിലുള്ള ഒക്രോപോളിസ്, വത്തിക്കാനും, ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ആർക്കിടെക്ചറുകളിൽ അതുപോലെ അതിൻ്റേതായിട്ടുള്ള ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സിൽ ശ്രദ്ധ നേടിയിട്ടുള്ള മറ്റു ചില സ്ഥലങ്ങളാണ്. ഓക്കെ, അടുത്തതായി രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺവെർസേഷൻ നടത്തുകയാണ്. ആദിൽ ഫാദിൽ, സബാഹ് അൽ ഖൈർ. ആദിൽ തുടങ്ങും. സബാഹ് അൽ ഖൈർ. ഫാദിൽ സബാഹ് അന്നൂർ. കൈഫ ഹാലുക്കും അസാക്കും തയ്യബീൻ. അൽഹംദുലില്ലാഹ് അലന്യാം. ആദിൽ ചോദിക്കും, അതിനെ കുൽസ് മാറ ഏത്തുക്കും ഷെയ്ഖ് തക്ലീബൻ, ഏകദേശം ഒരു മാസമായാലും എന്നെ കണ്ടിട്ടെന്ന് ചോദിക്കും. അപ്പോൾ ഫാദിൽ പറയും, ഞാൻ ലീവിലായിരുന്നു, അതുപോലെ മഷ്ഹൂറായിട്ടുള്ള ഹിസ്റ്ററിക്കൽ പ്ലേസസൊക്കെ ഞാൻ സന്ദർശിക്കാൻ പോയിരുന്നു എന്ന് പറയും. അപ്പോൾ അതിൽ ആവശ്യം നീ ഇന്ത്യയിലുള്ളതാണോ സന്ദർശിച്ചത് അതോ ഫോറിനിലാണോ? അപ്പോൾ ഫാദിൽ പറയും, ഞാൻ ഇന്ത്യയുടെ തെക്ക് വടക്ക് ടൂറ് പോയി, അവിടെ കാണാനുള്ള ഇടങ്ങളെല്ലാം ഞങ്ങൾ കണ്ടു എന്ന് പറയും. പിന്നെ അതിൽ മാഷാ അല്ലാ, ഒറ്റക്കാണോ പോയത് അതോ ഫാമിലി ആണോ അതോ കൂട്ടുകാരൊത്താണോ പോയത്? ഫാദിൽ പറയും, ഞാൻ കുടുംബത്തോടു കൂടെയാണ് പോയത്, കമ്പനിയിൽ നിന്നും ഒഫീഷ്യലായിട്ടുള്ള അഗ്രിമെൻ്റ് ലഭിച്ചതിന് ശേഷമാണ് പോയത്. അങ്ങനെ ആദിൽ ചോദിക്കും, എനിക്ക് നിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? യാത്ര പോയപ്പോൾ എങ്ങനെയൊക്കെയാണ് അനുഭവപ്പെട്ടതെന്നുള്ളതൊക്കെ. അപ്പോൾ യാത്രാനുഭവങ്ങൾ പങ്കുവെക്കാൻ പറ്റുമെന്ന് ചോദിക്കും. അപ്പോൾ ഫാദിൽ പറയും, ഓക്കെ, നമുക്ക് ഒരു കഫേ പോവുക, അവിടെ ചായ കുടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാമെന്ന് പറയും. അങ്ങനെ അതിൽ പറയും, നമ്മുടെ ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സ്, നമ്മുടെ ചരിത്ര നിർമ്മിതികൾ എന്നുള്ളത് നമ്മുടെ പാരമ്പര്യത്തെയും അതുപോലെ സംസ്കാരത്തെയും വിട്ടുപോകാത്ത അല്ലെങ്കിൽ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ്. എന്താ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കും. അപ്പോൾ ഫാദിൽ പറയും, നീ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം ഇത്തരത്തിലുള്ള ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സ് അല്ലെങ്കിൽ ചരിത്ര അവശേഷിപ്പുകൾ ഒരുപാട് സംസ്കാരങ്ങളെയും ഒരുപാട് സിവിലൈസേഷനുകളെയും കഴിഞ്ഞു പോയിട്ടുള്ള ഒരുപാട് സമൂഹങ്ങളെയും കണ്ടു പരിചയമുള്ളതാണ്. അപ്പോൾ അതിൽ പറയും, എൻ്റെ അഭിപ്രായത്തിൽ ഇത്തരം ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സ് പണ്ട് കാലങ്ങളിലുള്ള ആളുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരവസരമായിട്ട് കാണാൻ സാധിക്കും. അത് മുഖേന ഹിസ്റ്ററിക്കൽ റിസർച്ചുകൾ ഉണ്ടാകും, ഒരുപാട് സയൻറ്റിഫിക്കൽ പഠനങ്ങളുണ്ടാകും. ഓക്കെ, അങ്ങനെ ഫാദർ പറഞ്ഞു, ആക്ച്വലി നീ പറഞ്ഞത് ശരിയാണ്. മാത്രമല്ല അന്ന് കാലത്ത് ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന എക്കണോമിക് ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്, അതുപോലെ അവരുടെ ടെക്നോളജി, ഇതൊക്കെ മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള ചരിത്രാവശേഷിപ്പുകൾ നമ്മെ സഹായിക്കുന്നുണ്ട്. അതിൽ ആക്ച്വലി അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഈ ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സ് എന്നുള്ളത് മറ്റൊരു പ്രധാന വശത്തിലൂടെ നോക്കുകയാണെങ്കിൽ യാത്രക്കാരെ പ്രത്യേകം അവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നൊരു ഭാഗമാണ്. ഫാദിൽ പറയും, അത് മാത്രമൊന്നുമല്ല, ആ നാട്ടിലുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റിന് കൂടി ഈ ഒരു ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സ്, ഹിസ്റ്ററിക്കൽ പ്ലേസസ് കാരണമാകുന്നുണ്ട്. അപ്പോൾ അതിൽ ചോദിക്കും, എങ്ങനെയാണ് ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തെ, കൾച്ചറിനെ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റിയെ ഈ ചരിത്ര നിർമ്മിതികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അപ്പോൾ ഫാദിൽ പറയും, ഇത്തരത്തിലുള്ള അവശേഷിപ്പുകളും അതുപോലെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളും നിർമ്മാണങ്ങളൊക്കെ ഓരോ നാടുമായി ബന്ധപ്പെട്ടതായിരിക്കും അല്ലെങ്കിൽ ഓരോ കൾച്ചറുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോൾ അവിടെയുള്ള ജനങ്ങൾ അവരുടെ പാരമ്പര്യമാണ് എന്നതിൻ്റെ പേരിൽ അവരവിടെ എന്ത് ചെയ്യും, ഒരുമിച്ച് കൂടുകയും അവരുടേതായിട്ടുള്ളൊരു ഐക്യം രൂപപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ അതൊരു ചോദിക്കും, ഈ ടൂറിസം അല്ലെങ്കിൽ ടൂറിസം മേഖല എങ്ങനെയാണ് ആ നാട്ടിലെ അഥവാ ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സ് ഉള്ള നാട്ടിലെ എക്കണോമിക് സെക്ടർ എങ്ങനെയാണ് ബാധിക്കുന്നത്? അപ്പോൾ ഫാദിൽ പറയും, ഈ ടൂറിസം വകുപ്പിലൂടെ നമുക്ക് ഒരുപാട് ഇൻകംസ്, നാടിന് തന്നെ ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഒരുപാട് വരുമാനങ്ങൾ സമ്പാദിക്കാൻ സാധിക്കും. അതുപോലെ
ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതാണ് ഈ ടൂറിസം എന്നുള്ളത് ഒരു നാടിൻ്റെ എക്കണമിക്ക് ബാധിക്കുന്നു എന്ന് പറയാൻ കാരണം. അപ്പോൾ അതിൽ വീണ്ടും ചോദിക്കും, ഈ ഹിസ്റ്ററിക്കൽ പ്ലേസസ്, ചരിത്ര സ്ഥലങ്ങളൊക്കെ നിലകൊള്ളുന്ന അവിടുത്തെ എൻവയോൺമെൻറ്റ് എങ്ങനെയായിരിക്കും, അതിനൊക്കെ വല്ല റോളുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഫാദർ പറയും, യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. ഈ ചരിത്ര നിർമ്മിതികളോ ചരിത്ര നിർമ്മാണങ്ങളോ അവിടെയുള്ള സ്ഥലങ്ങളൊക്കെ വളരെ നല്ലൊരു നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ സൂക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചില സ്ഥലങ്ങൾ ജനങ്ങൾ അവർ സംസ്കാരത്തിന് അല്ലെങ്കിൽ അവർ ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരുന്ന കാലത്ത് വളരെ നല്ല സ്ഥലങ്ങളിലായിരുന്നു അവർ അവരുടേതായിട്ടുള്ള പ്ലേസസും മോണുമെൻറ്റ്സൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ അതിൽ വീണ്ടും ചോദിക്കും, നിനക്ക് യൂറോപ്പിലുള്ള കുറച്ച് ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സ് പറഞ്ഞു തരാൻ പറ്റുമോ? അപ്പോൾ ഫാദർ പറയും, ഷുവർ. അവിടെ യൂറോപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരുപാടുണ്ട്. അതിൽപ്പെട്ടതാണ് റോമിലുള്ള കൊളീഷ്യം, അതുപോലെ പിറമിലുള്ള മാച്ചു പിച്ചു, അതുപോലെ ആഥൻസിലുള്ള അക്രോപോളിസി, റോമിലുള്ള വത്തിക്കാൻ. ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ്. എന്തുകൊണ്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ ഇത്ര പ്രസിദ്ധപ്പെടാൻ കാരണം? അപ്പോൾ ഫാദർ പറയും, നമുക്ക് 2 കാരണങ്ങൾ വേണമെങ്കിൽ എടുത്ത് കാട്ടാം. ഒന്ന്, ആ സ്ഥലം ഉൾക്കൊള്ളുന്നൊരു നാച്ചർ, അതിൻ്റെ പ്രകൃതി വളരെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളതാണ്. രണ്ടാമതെന്ന് പറയുന്നത് അവിടെയുള്ള ആർക്കിടെക്ചർ ആസ്റ്റോണിഷിംഗ് ആണ്. അത് നമ്മളെ അമ്പരപ്പിക്കുന്ന തരത്തിലാണ് അവിടെയുള്ള നിർമ്മാണങ്ങളും നിർമ്മിതികളും ഉള്ളത്. അങ്ങനെ അതിൽ ചോദിക്കും, ഈജിപ്തിലുള്ള പിരമിഡ്സിനെ കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം? മാർ യൂക്കഫിൽ അഹ്റമാത്ത് ഫി മിസ്ർ. അപ്പോൾ ഫാദർ പറയും, ഓ ഗീസ പിരമിഡ്സ് അടിപൊളിയാണ്, അവിടെയുള്ള ഹിസ്റ്ററിക്കൽ മൊനുമെൻറ്റ്സ് ഏറ്റവും മഷ്ഹൂറാണ്. അത് പണ്ട് കാലത്തേ അതിന് എന്തുണ്ട്, പ്രശസ്തി വളരെ ഉന്നത രീതിയിലുണ്ട്. അങ്ങനെ അതിൽ വീണ്ടും ചോദിക്കും, അറേബ്യൻ നാടുകളിലുള്ള കുറച്ച് മഷഹൂറായിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളോ അതിൻ്റെ പ്രത്യേകതകളെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഫാദിന് ഒരുപാട് പറയും. ജോർദാനിലുള്ള പെട്ര, അതുപോലെ ഡിമസ്കസിലുള്ള, ഫസിലുള്ള, സൊൻആയിലുള്ള പഴയ സിറ്റികൾ. ഇപ്പോൾ ഈ സിറ്റികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ സൊൻആയിലുള്ളതാണ് അവിടുത്തെ ആർക്കിടെക്ചറിൽ ഒരു വേറെ വെറൈറ്റിയാണ്. അതുപോലെ അവിടെയുള്ള വീടുകളൊക്കെ നിർമ്മിക്കപ്പെട്ടുള്ളത് മണ്ണുകൊണ്ടുള്ള കളിമണ്ണ് കൊണ്ടുള്ള വീടുകളായിരുന്നു അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഡമസ്കസിൽ പറയുകയാണെങ്കിൽ അവിടുത്തെ ഭൂമി തന്നെ, അല്ലെങ്കിൽ അവിടെ ഒരുപാട് സിവിലൈസ് ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമാണ്. മാത്രമല്ല നമ്മൾ ഫസിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഒരുപാട് കെട്ടിടങ്ങൾ, അതുപോലെ യൂണിവേഴ്സിറ്റികൾ, പള്ളികൾ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് പണ്ട് കാലത്തെ നിലവിലുള്ളതാണ്. അങ്ങനെ അതിൽ വീണ്ടും ചോദിക്കും, ഇന്ത്യയിലുള്ള കുറച്ച് മഷഹൂറായത് പറയാൻ പറ്റും. ഇപ്പോൾ ഫാദർ തിരക്കില്ലാതെ എണ്ണിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ മഹാബലിപുരം, അതുപോലെ മധ്യപ്രദേശിലെ വിജയനഗർ, അതുപോലെ ഹൈദരാബാദിലുള്ള ഗോൽക്കൊണ്ട കോട്ട, ഗോൾഡൻ ടെമ്പിള് തുടങ്ങി ഒരുപാട് പറയും. അപ്പോൾ അതിൽ ചോദിക്കും, താജ്മഹലിനെ കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം? ഇപ്പോൾ ഫാദർ പറയും, താജ്മഹൽ എന്ന് പറഞ്ഞാൽ അത് അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു എന്താണ് ഹിസ്റ്ററിക്കൽ മോണുമെൻ്റാണ്. അത് വിളിച്ചോതുന്നത് മുഗൾ കാലഘട്ടത്തെ ആർക്കിടെക്ചറിൻ്റെ ഒരു കലയെയാണ്. അതുപോലെ തന്നെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു വെള്ളക്കൊട്ടാരം കൂടിയാണ്. അങ്ങനെ അതിൽ വീണ്ടും ചോദിക്കും, ഒഡീസയിലുള്ള കഹാജോരഫു, അതുപോലെ കുനാരാക് ടെമ്പിളുകൾ, അതൊക്കെ നീ കണ്ടോ? അതിനെ പറ്റിയൊക്കെ എന്താ നിൻ്റെ അഭിപ്രായം? അപ്പോൾ ഫാദർ പറയും, അത് ഫേമസ് ആയിട്ടുള്ള അതിൻ്റെ കൃത്യമായിട്ടുള്ള കല്ലുകൾ കൊണ്ടുള്ള കെട്ടിപ്പടുക്കലുകളും അതുപോലെ കൊത്തുപണികളും അതിൻ്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതികളിലുള്ള ആർക്കിടെക്ചറാണെന്ന് പറയും. അതുപോലെ തന്നെ ഡൽഹിയിലുള്ള ഷാജഹാൻ പില്ലേഴ്സും, ഇതൊക്കെ അതിൻ്റെ ആർക്കിടെക്ചർ എന്ന രൂപത്തിലാണ് അത് ഫേമസ് ആയിട്ടുള്ളത്. അതിൽ പറയും, ശുക്രൻ ജസീലൻ അല ഹാദിഹിൽ മാലൂമാത്ത് അൽ മുഫീദ. ഞാനും ഇതുപോലെ ഹിസ്റ്ററിക്കൽ മോണുമെൻറ്റ്സ് അവസരം കിട്ടാൻ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഫാദിൽ അഫ്വൻ സ്വദീഖി വാനസാത്തു ബിലിഖായിക്കും. എന്നെ കണ്ടുമുട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു സംഭാഷണം നടന്നതിൽ എനിക്കും നല്ലൊരു എൻജോയ്മെൻറ്റ് കിട്ടി. അങ്ങനെ അതിൽ പറയും, അനാസദ് ഹൈസാൻ ഇസ്തഫത്ത് കസീറം ബിഹാദിൻ ഹിബാർ. ഈ ഒരു സംഭാഷണം നടന്നതോടുകൂടി ഞാൻ ഒരുപാട് അറിവ് നിന്നിൽ നിന്നും പകർന്ന് എനിക്കൊരുപാട് നല്ലൊരു ആശയങ്ങളും ആകാംക്ഷയും ഉണ്ടായി. ഫിലിം ഐസ്റ്റമിറ ഫിലിം സ്റ്റപ്പർ ഇൻഷാ അല്ലാഹ്.
അങ്ങനെ ഫാദിൽ ഇലല്ലിഖാവ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഊസിക്കും ബിൽ ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.